ഈ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിനെ തുടർന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യൻ കമ്പനികൾ നിർത്തുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ ഇത് ബാധിക്കുമോ? എന്താണ് ലഭിക്കുന്ന വിവരം? ഒരു പക്ഷേ നമ്മുടെ വിദേശ നയത്തിലെ ഒരു വലിയ ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റഷ്യ പറയുന്നുണ്ട് ഇന്ത്യക്ക് അവിടെ നിന്നും എണ്ണ വാങ്ങിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുമ്പോഴും ഒരിക്കലും ഇത്രയും ശക്തമായൊരു നിലപാട് ഇന്ത്യ റഷ്യയുടെ എണ്ണയുടെ കാര്യത്തിൽ എടുത്തിട്ടില്ല. വലിയ പ്രശ്നങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ ട്രംപ് 25% കൂടി പ്രഖ്യാപിച്ചപ്പോഴും ഇന്ത്യ കുലുങ്ങിയില്ല. റഷ്യൻ എണ്ണ വാങ്ങുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളുമായി ചണ്ട കൂടി. നമ്മുടെ വിദേശകാര്യമന്ത്രി അതിശക്തമായിട്ടുള്ള നിലപാടിൽ സംസാരിച്ചു. പക്ഷേ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഈ ട്രംപ് പറഞ്ഞത് ശരിയാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികളെല്ലാം എണ്ണ വാങ്ങുന്നത് പടിപടിയായിട്ട് നിർത്തുകയാണ്. അപ്പോൾ അതൊരു വലിയ മെസ്സേജാണ്. റഷ്യൻ എണ്ണയ്ക്ക് പകരം വെനിൻസുവേലയിൽ നിന്ന് അമേരിക്കയുടെ കൺട്രോളിലുള്ള എണ്ണ വാങ്ങുന്നു. അമേരിക്കയിൽ നിന്ന് $50,000 കോടി ബിസിനസ് നടത്താൻ പോകുന്നു. അപ്പം നമ്മുടെ വിദേശ പോളിസിയിൽ അമേരിക്കയ്ക്കും അനുകൂലമായ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എസ്കെൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനും റഷ്യയുമായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യയുടെ ഒരു ഡിഫൻസ് സ്ട്രാറ്റജിയെ എല്ലാ കാലത്തും സ്വാധീനിച്ചിരുന്നത്. 80% വരെ ആയുധങ്ങൾ, MiG-21, MiG-29, സുഖോയ് വിമാനങ്ങൾ, ഇതൊക്കെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് റഷ്യയിൽ നിന്നും നേരത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നുമായിരുന്നു. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന്റെ നിലപാടാണ് ഇന്ത്യയെ വിജയിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഷിഫ്റ്റ് ആണോ എന്നറിയില്ല. എന്തായാലും ഇന്ത്യ തന്ത്രപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പറയുന്നു. റഷ്യ, ഇറാൻ, ചൈന അടങ്ങുന്ന ഒരു അച്ചുതണ്ടുണ്ട്. അപ്പോൾ ഇറാനുമായി ബന്ധം സൂക്ഷിക്കുമ്പോഴും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു. അമേരിക്കയുമായി കൂടുതൽ എടുക്കുന്നു. അതിനിടയിൽ എസ്കെയിൻ വളരെ വിവാദമായി ലോക നേതാക്കളുടെ പേരുകളൊക്കെ അടക്കം എപ്സ്റ്റീൻ ഫയലുകൾ കൂടുതലായിട്ട് ആൾക്കാരുടെ പേരുകൾ പുറത്തുവിടുന്നത്. ട്രംപിന്റെ പേരാണ് ആദ്യം വന്നത്. ട്രംപ് ഇപ്പോൾ എൻ്റെ പേര് പെട്ടെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ വരട്ടെ എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റുമാരെ, ബിൽ ക്ലിന്റന്റെ അടക്കം ഒരുപാട് ലോക നേതാക്കളുടെ ഇവിടെ പ്രതിപക്ഷം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ച അവസ്ഥയുണ്ടായി. എന്തായാലും പേരുകൾ കൂടുതലായിട്ട് രംഗത്ത് വരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾക്കാർ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആളെ അമേരിക്കയിലെ അംബാസഡറായിട്ട് ബ്രിട്ടൻ നിയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾ വിവാദമാവുകയാണ്. ആ തരത്തിൽ ട്രംപിനും കൂടുതൽ കുരുക്കുകൾ ഉണ്ടാവുന്ന അവസ്ഥയാണ്. അതിനിടയിലാണ് ഇതൊക്കെ മറക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഇറാനിലും വെനിൻസുവേലയിലും ഗ്രീൻലാൻഡിലൊക്കെ ട്രംപ് കയറി ഒരു മേയുന്നത്. എസ്കെയിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.